പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ആമേൻ. എല്ലാവർക്കും കർത്താവിൻ്റെ ദിവസത്തിന് ഞായറാഴ്ചയുടെ സ്നേഹവന്ദനം. ഇന്ന് ജനുവരി 26. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നത്തെ നിയോഗം പറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ദ്വാദശകവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അനുദിന അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് വരാം. കർത്താവേ, ഇന്ന് ഞായറാഴ്ച ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ, ദേവാലയത്തിൽ ഉത്തരവാദിത്തം കഴിഞ്ഞാൽ മനുഷ്യർ മുഴുവൻ ഉത്തരവാദിത്തം ചെയ്യുന്ന ദിവസമാണിത്. ശരിയോ തെറ്റോ എന്നതിനേക്കാളുപരി മനുഷ്യൻ്റെ ജീവിതാവസ്ഥകൾ അങ്ങനെയായിപ്പോയി. കർത്താവ്, എങ്കിലും കർത്താവ് പരമാവധി അങ്ങിലേക്ക് കടന്നു വന്ന് വചനം വായിക്കുവാനും ദൈവികമായ കാര്യങ്ങൾ നിർവഹിക്കുവാനും അങ്ങയുടെ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോകകാര്യങ്ങൾ ചെയ്യാനും ദൈവത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലും കർത്താവെ ഞായറാഴ്ച ഉപയോഗിക്കുന്നവരുണ്ട്. അവരെല്ലാം അങ്ങ് അനുതാപത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിത മാർഗങ്ങൾക്ക് വേണ്ടി, നാളെയുള്ള ജീവിത മാർഗങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നവരുണ്ടെന്ന്. ലീവിന് വീട്ടിൽ വന്നിട്ട് ഒരു ദിവസത്തെ ലീവാണ് കിട്ടുന്നത്. ബന്ധുക്കളെയും സ്വന്തപ്പെട്ടവരെയും ഒക്കെ കാണാം, ആശുപത്രിയിലൊക്കെ പോകാം, എല്ലാവരെയും കാണാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ, ഹോംവർക്കുകൾ ചെയ്ത് തീർക്കാം, റെക്കോർഡ് എഴുതി തീർക്കാം. അതുപോലെ തന്നെ പല പ്രോജക്റ്റുകൾ അരിയർ കിടക്കുന്നുണ്ട്, അതെല്ലാം ചെയ്ത് തീർക്കാം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. കർത്താവ്, എങ്കിലും മൊബൈലിൽ നോക്കിയിരിക്കുന്ന കുറേ സമയം കാണുന്ന ആൾക്കാരുണ്ട്. കർത്താവ്, ഇവരെല്ലാം നീ സന്ധിക്കണം. അവരെല്ലാം കർത്താവെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ആവശ്യമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണം പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഞായറാഴ്ച ആയിട്ട് പോലും കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തുണ്ട്. ഒരു വണ്ടിയോ ആരെങ്കിലും കൂടെ കൊണ്ടുപോകാനോ ഇല്ലെങ്കിൽ കുർബാനയ്ക്ക് പോകാൻ പറ്റത്തില്ല. മുതിർന്നവരെ, പ്രയാസപ്പെട്ടിരിക്കുന്നവരെ കൊണ്ടുപോകാൻ ചെറുപ്പക്കാർക്ക് വീട്ടിലോട്ട് താല്പര്യവുമില്ല. അവർ കുർബാന കൂടും, പക്ഷേ ആരെയും കൊണ്ടുപോകത്തില്ല. കർത്താവ്, അതുകൊണ്ട് സങ്കടപ്പെട്ട് വീട്ടിലിരിക്കുന്നവരുണ്ട്.
അവർ ടി വിയിലെ കുർബാനയാണ് പലപ്പോഴും കൂടുന്നത്. എന്തുമായിക്കോട്ടെ ഈശോയെ, അവർക്കൊക്കെ ഒരു അവസരം കിട്ടാൻ കർത്താവ് അവരുടെ വീട്ടിലൊരുത്ത് തേങ്ങ സഹിച്ചാണെങ്കിലും അവരെ വണ്ടിയിലാണെങ്കിലും ഓട്ടോറിക്ഷയിലാണെങ്കിലും കൊണ്ടുപോകാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കുന്ന ഈശോയെ, അങ്ങയുടെ ആൾത്താര കാണാനും അങ്ങയുടെ പള്ളി കാണാനും ഒരിക്കലും അവർക്ക് അവസരം ഉണ്ടായിരുന്നു. അവരൊത്തിരി ജീവിച്ചതാണ് പള്ളിക്ക് വേണ്ടി. കർത്താവിൻ്റെ ആലയം കാണുമ്പോൾ തന്നെ അവിടെ മനസ്സ് കോരിത്തരിക്കും. അങ്ങനെയുള്ളവർ, പള്ളി മുട്ടിപ്പോയ ആൾക്കാർ തിരിച്ച് പള്ളിയിലേക്ക് ഒരു കാഴ്ച കാണാൻ, വാർദ്ധക്യകാലമാണെങ്കിലും ഒരു കാഴ്ച കാണാൻ ഇടയാക്കണം ഈശോയെ. അങ്ങനെ മക്കൾ കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. മാതാപിതാക്കന്മാരെ പള്ളിയിൽ കൊണ്ടുപോകുന്നുണ്ട്. എന്ത് പ്രയാസം, മല കയറിയും സ്റ്റെപ്പുകൾ കയറിയും കൊണ്ടുപോകുന്നവരുണ്ട്. അവരെല്ലാം കർത്താവ് മൊത്തം നിറച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങളേക്ക് ആവശ്യിക്കട്ടെ. കർത്താവെ, അകലങ്ങളിൽ താമസിക്കുന്ന അന്യരാജ്യങ്ങളിലും അന്യദേശങ്ങളിലും താമസിക്കുന്നവരുണ്ട്. അവർക്ക് ഞായറാഴ്ച പള്ളി അടുത്തില്ലാത്തവരുണ്ട്. അവരെല്ലാം അമ്മമാരവരെ വിളിക്കുമ്പോഴേ അവർ കുർബാനയുടെ കാര്യം പറയാനുള്ള ചങ്കൂറ്റ അമ്മമാർക്കുണ്ടാകണം. അല്ലെങ്കിൽ പിന്നെ നീ അമ്മയായിട്ട് കാര്യമില്ല, നീ വെറും പ്രസവിച്ച് കൂട്ടുന്ന തള്ള മാത്രമാകും. അങ്ങനെ വരാതിരിക്കാൻ നീ എല്ലാ മക്കളും, നിന്നിൽ നിന്ന് അകന്നിരിക്കുന്ന എല്ലാ മക്കളും നീ വിളിക്കണം. അവർ കുർബാന കൂടിയോ, ഇന്ന് ഞായറാഴ്ചയാണല്ലോ എന്ന് ദൈവസ്നേഹത്തോടെ അവരെ സൗമ്യദേവ നീ ഓർപ്പിക്കണം. നിൻ്റെ കണ്ണടയുന്നവരെ നീ അത് ഓർപ്പിക്കേണ്ടി വരും. കാര്യം നിന്നെ അമ്മയാക്കുന്നത് അതാണ്. നീ ദൈവത്തിൻ്റെ അമ്മയാണ്. മാതാവിൻ്റെ ജോലിയാണ് നീ ഭൂമി ചെയ്യേണ്ടത്. ക്രിസ്തുവിനെ നിൻ്റെ മക്കളിൽ വളർത്തിയെടുക്കുക എന്നുള്ള ജോലി, അത് വലിയൊരു ജോലിയാണ്. അത് ചെയ്താൽ പിന്നെ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കർത്താവിൻ്റെ തിരുസേന നിനക്ക് നിലനിൽപ്പ് കിട്ടും. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. എൻ്റെ മക്കളുടെ ഇനി കുറേ ആവശ്യങ്ങൾ വരുന്നുണ്ട്, കുറേ ഉത്തരവാദിത്തങ്ങൾ വരുന്നുണ്ട്. ചില ദിവസങ്ങൾ ഓർത്ത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നോർത്ത് നീ വിഷമിക്കുന്നുണ്ടാകാം. നിന്നെ ഇപ്പം കർത്താവ് തണുപ്പ് പോലെ ആശീർവദിക്കും. ഞാൻ മാതാവ് എൻ്റെ നാക്കിൽ കയ്യെ പിടിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ തോന്നിയിരിക്കുന്നത് ഭയങ്കരമായ സുഖദമായ തണുപ്പാണ്. അതുപോലെ ദൈവം നിന്നെ തണുപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഏതെങ്കിലും വിഷയത്തെ ഓർത്തോ, ഏതെങ്കിലും വ്യക്തികളെ ഓർത്തോ, നീ ഏതെങ്കിലും സംഭവത്തെ ഓർത്തോ, അല്ലെങ്കിൽ നിൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു കയ്യബദ്ധം ഓർത്തോ, അത് മറ്റുള്ളവർ അറിഞ്ഞു പോയിട്ടുണ്ടല്ലോ, അത് കേസാകുമല്ലോ, അല്ലെങ്കിൽ നിന്നെ ആക്ഷേപിക്കുന്ന ഓർത്തോ നീ എന്തെങ്കിലും തരത്തിൽ വിറങ്ങലിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിലെ ഇപ്പം നിന്നെ ആശീർവദിക്കണം. അമ്മയുടെ മധ്യസ്ഥ ഈശോ നിന്നെ ആശീർവദിക്കും. നിന്നെ ഒന്നും ചുക്കും ചെയ്യത്തില്ലാരും. നിന്നെ അനുഗ്രഹിച്ചിരിക്കും. നീ അതിജീവിക്കും. നീ ദൈവത്തിനെ കൊണ്ട് ജീവിക്കും. നീ ദൈവത്തിൻ്റെ സാക്ഷിയായിരിക്കുമെന്ന് നീ സ്വന്തമായിട്ട് പറയുക. അപ്പോൾ കർത്താവ് നിന്നെ കേസിൽ കുടിക്കുവരുണ്ട്. അവരുടെ മുമ്പിൽ കൂടി നീ അഭിമാനത്തോടെ കൂടി നീ ദൈവത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലമുണ്ടാകും. ആ ദൈവസ്ഥത്തിൽ നമ്മൾ നോക്കി പാർക്കുകയാണ്. ദൈവം വസ്തു വിൽക്കാത്തവർ, വസ്തു തട്ടിച്ചെടുക്കുന്നവരുണ്ട്. അതുപോലെ കൈമോശം വന്നിട്ട് ഇന്ന് ആ വസ്തു നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് മോശമായിപ്പോൾ അത് വിറ്റതെന്ന് ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരുന്നവരുണ്ടാകും. നിങ്ങൾ പഴികളൊന്നും ചാരേണ്ട കാര്യമില്ല. ദൈവം നഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് സങ്കടപ്പെടേണ്ട കാര്യമുള്ളൂ. ബാക്കി എന്ത് നഷ്ടപ്പെട്ടാലും എല്ലാം റീഫണ്ടബിളാണ്. എല്ലാം ദൈവത്തിൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് മുന്നേറുന്ന വിശുദ്ധമായ ദിവസമാണിത്. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കടങ്ങളുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കടങ്ങളുടെ പേരിൽ കേസുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ മക്കളും ഭാര്യ ഭർത്താക്കന്മാരും മാതാക്കന്മാരും തമ്മിൽ സംസാരമില്ലാതെ ചുമ്മാ ഓരോരുത്തർ വന്ന് ഓരോ സമയത്ത് ഉണ്ടച്ചും പോകുന്നല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ അങ്ങനെയുള്ള നരകം പിടിച്ച കുടുംബങ്ങളിലേക്ക് കർത്താവിൻ്റെ പ്രകാശം വീടുന്ന സമയമാണ്. അത് നീ ഇനി പ്രാർത്ഥിക്കേണ്ട. നിൻ്റെ പ്രാർത്ഥനയേക്കാൾ ഉപരി ഈ പ്രാർത്ഥന, ഈ അനുദിന ഡെയിലി ബ്രെഡ് എന്നുള്ള പ്രാർത്ഥന കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നെപ്പോൾ അഭിഷിക്തരോട് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് നീ ഏത് ഭവനത്തിൽ ചെന്നാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കണം. ദൈവവേദന ഇന്ന് കർത്താവ് എനിക്കിന്ന് പൗരോഹിത്വത്തിൻ്റെ യോഗ്യതയാൽ ഞാൻ നിൻ്റെ കുടുംബത്തെ നോക്കിക്കൊണ്ട്, നിൻ്റെ ഹൃദയത്തെ നോക്കിക്കൊണ്ട്, നിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട്, നിൻ്റെ ശിരസിൻ്റെ മുകളിൽ കർത്താവിൻ്റെ നാമത്തെ കുറിച്ച് വരക്കുന്നു. നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ആർക്കും നിന്ന് തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പം കാണുന്ന എല്ലാ ഇരുട്ടുകളും, എല്ലാ തകർച്ചകളും, എല്ലാ മരവിപ്പുകളും, മഞ്ഞ് എങ്ങനെയാണ് കാറ്റിൽ തുരത്തപ്പെടുന്ന പോലെ അതുപോലെ തുരത്തപ്പെടുകയും നീ ദൈവത്തിലേക്ക് സന്തോഷിക്കുകയും കർത്താവിൽ ആനന്ദിക്കുകയും ചെയ്യുന്ന കാലമായി അടുത്ത് വന്നിരിക്കുന്നത്. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷം
മത്തായിയുടെ സുവിശേഷം 4:16. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അതായത് ഈശോനെ കുറിച്ച് പറയണാണേ. ഈശോ കഫർനാമിൽ എത്തിയപ്പോഴും പറഞ്ഞതാണത്. ഈ മരണത്തിന്റെ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾക്കാരെല്ലാം ഇങ്ങനെ ഷോക്കടിച്ച് മരിച്ചു വീഴുന്ന മേഖലയാണ്. അതൊന്നുമല്ല. മരണത്തിൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ മേഖലയാണ്. എന്താണ്? പാപത്തിന്റെ ശമ്പളം, വേതനം, മരണം. റോമ 6:22. പാപത്തിന്റെ വേതനം മരണമാണ്. അപ്പൊ മരണത്തിന്റെ മേഖല എന്ന് പറയുമ്പോൾ എന്തിന്റെ മേഖലയാണ്? പാപത്തിന്റെ മേഖലയാണ് മരണത്തിന്റെ മേഖല. ഇപ്പൊ പാപത്തിന്റെ മേഖലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെറിയ പാവം ഉണ്ടായാൽ മതി. ആ പാവമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഈ വാഴവിത്ത് പോലെയാണ് പാപം. ഒരു വാഴയ്ക്ക് കുറേ വിത്തുണ്ടാവും അല്ലേ? അതുപോലെ ഒരു പാപത്തിന്, ഒരു തലപ്പെട്ട പാപത്തിന് കുറേ കുഞ്ഞു പാപങ്ങളുണ്ടാവും. അത് പാപത്തിൻ്റെ മേഖല എന്ന് പറയണത്. ഇപ്പം എനിക്ക് ഈ പാപത്തെക്കുറിച്ച് പറഞ്ഞാൽ അത്ര ഇഷ്ടമുള്ള ആളല്ല. എന്നുവെച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവാചകനാണ്, ശുശ്രൂഷകനാണ്. പ്രവാചകനല്ല, ശുശ്രൂഷകൻ. അപ്പം അതുകൊണ്ട് എന്നാലും ഞാൻ നിങ്ങൾ പറയുകയാണ്, നിങ്ങളെ ഈ അന്ധകാരത്തിൽ പാപകരമായ ജീവിതത്തിൽ ജീവിക്കുന്ന ആൾക്കാരില്ല. അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം എന്ത് പറ്റുക? അവരതിൻ്റെ അകത്ത് അടിപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു മേഖലയായി മാറും. ആദ്യം ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അത് മേഖലയായി മാറും. അപ്പം അങ്ങനെ മേഖലയായി മാറിയ കുറേ ആൾക്കാരുണ്ട് ബൈബിളിൽ. ആ മേഖലകൾ മുഴുവനാണ് കർത്താവ് ഏറ്റെടുക്കുന്നത്. അതിനാണ് ഈ അന്ധകാരത്തിലുള്ള ജനം ഒരു പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിൽ, അതായത് പാപത്തിൻ്റെ 4:16 പാപത്തിൻ്റെ മേഖലയിൽ താമസിക്കുന്നവർക്ക് ഒരു ദീപ്തി ഉദയം ചെയ്തു. മറ്റേ ഇരുട്ട് മാറി. പാപത്തിന് ഇരുട്ടെന്നാണ് വിളിക്കണത്. അതുകൊണ്ടല്ലേ യോഹന്നാൻ പറയണത്, വെളിച്ചത്തെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 1:4-5. യോഹന്നാൻ 1:4-5. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. അതാണ് സംഭവം. പാപത്തിന്റെ അന്ധകാരത്തിരിക്കുന്നവരും മരണത്തിന്റെ മേഖല എന്ന് പറയുന്നത് എന്താണ്? പാപത്തിന്റെ മേഖലയാണ്. പാപത്തിൻ്റെ മേഖല എന്താണ്? അവർക്കൊരു ദീപ്തിയുള്ള ഉദയം ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടിൽ ഒരു പ്രകാശം. അപ്പോൾ ആ ഇരുട്ട് എന്താണ്? പാപം തന്നെയാണ്. അതുകൊണ്ടാണ് പറയണത്, അതിനെ കീഴടക്കാൻ ഇരുട്ടിന് കഴിഞ്ഞില്ലെന്ന്. അതായത് എൻ്റെ ദൈവത്തിലെ നീ ഒരു പാപാവസ്ഥയിലാണെങ്കിലേ, ഞാൻ പാപിയാണ്, പാപം എൻ്റെ വീഴാതെ എപ്പോഴും ഇങ്ങനെ എൻ്റെ നെഞ്ചത്ത് ഇടിച്ച് നടക്കേണ്ട കാര്യമില്ല. നീ എന്ത് ചെയ്യണമെന്ന് അറിയാം. അതാവും പശ്ചാത്താപമൊക്കെ ഉണ്ടാകണം. പക്ഷേ നീ ദൈവസ്നേഹം, ഞാനേ കുമ്പസാരിക്കാൻ വരുന്നവരൊക്കെ ഞാൻ പറയേ ദാറ്റ്സ് ഓക്കെ. അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ പാപങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഐ നോ ഇറ്റ്. അപ്പോൾ നിങ്ങൾ ഓവറായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് വാകരപ്പെടേണ്ട. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? സൽപ്രവൃത്തികൾ നിങ്ങൾ ചെയ്യണം. ഇരുട്ട് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണത്? ഇപ്പോൾ രാവിലെ ഭയങ്കര ഇരുട്ടല്ലേ രാവിലെ, പക്ഷേ സൂര്യൻ ഉദിച്ചു വന്നപ്പോൾ ഇരുട്ട് എവിടെ പോകുന്നു കണ്ടില്ല. അതുപോലെ തന്നെ പാപത്തിന് സംഭവിക്കണേ. അതേ ക്രിസ്തു ഉദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൽപ്രവൃത്തികൾ പെരുകി വരുമ്പോഴേ പാപത്തിൻ്റെ ഇരുട്ടുകൾ മാറി വരും. അപ്പോൾ നിങ്ങൾ ഇരുട്ടിനെ ഫോക്കസ് ചെയ്യേണ്ട, വെളിച്ചത്തെ ഫോക്കസ് ചെയ്യണം. പാപത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് വിഷമാകേണ്ട, സൽപ്രവൃത്തി ദൈവസ്നേഹ പ്രവൃത്തികൾ വർദ്ധിപ്പിക്കണം. അപ്പോൾ താനെ പാപം ചെയ്യാനുള്ള പ്രവണത തന്നെ അസ്ഥിരപ്പെട്ടു പോയിക്കോളും. സോ ഹാവ് എ ഗുഡ് ഡേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.